ഗുഡ് മോർണിംഗ്. നമ്മൾ 2-3 ആഴ്ചയായിട്ട് നമ്മുടെ യോഗത്തിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ ഇങ്ങനെ അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സോൾ കോൺഷ്യസ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ആത്മിക് സ്ഥിതി, ആത്മ അഭിമാനി സ്ഥിതി. അതിനെ പറ്റിയാണ് കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാറുണ്ടോ? അപ്പോൾ അമൃതത്തിൽ എണീച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ഞാൻ ആത്മാവാണ്, ഓം ശാന്തി. വളരെ ഈസിയാണ്. എന്തിനാ എത്രയൊക്കെ ബുദ്ധിയൊക്കെ വെക്കുന്നില്ലേ? റൈറ്റ്, ടീക്കേ, അത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ എത്ര സമയം വരെ ആത്മാവിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത്. ശരീരം ഒരു അമ്പലമാണ്, ആത്മാവ് അതിന് ചൈതന്യമൂർത്തിയാണ്. ശരീരം ഒരു മണ്ണിൻ്റെ ദിയാണ്, ആത്മാവ് ചൈതന്യ ദീപക്കാണ്. ശരീരം ഒരു മോംബത്തിമാണ്, ക്യാൻഡിലാണ്, ആത്മാ ചൈതന്യ പ്രകാശമാണ്. 3 ഞാൻ പറഞ്ഞു. ഇനി 4ാമത് നിങ്ങൾ പറ. വെരി ഗുഡ്. അപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ടല്ലോ. വെരി ഗുഡ്. ആത്മാവ് കാറാണ്, ശരീർ കാറാണ്, ആത്മാവ് അതിന് ഡ്രൈവറാണ്. നെക്സ്റ്റ്, ശരീർ ജോ एक नैया की तरह है, ആത്മാ നയ്യാൻ്റെ നാവിക്കാണ്. ശരീരം എയറോപ്ലെയിനാണ്, ആത്മാവ് അതിൻ്റെ പൈലറ്റാണ്. പിന്നെ ശരീരം രഥമാണ്. കണക്റ്റ് ആവണം. രഥം കഴിഞ്ഞിട്ട് മാത്രമേ ഘോടയിലേക്ക് വരുള്ളൂ. പെട്ടെന്ന് ഘോടയിൽ ജമ്പ് ചെയ്യാൻ പാടില്ല. ശരീർ രഥ് ഹെ, ആത്മാ രഥി ഹെ. എനിവേ രഥത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരാണ് വരുന്നത്? ഘോട. ശരീർ ഘോട ഹെ, ആത്മാവ് ഗുഡ് സവാരിയാണ്, റൈറ്റർ. പിന്നെ അത് കഴിഞ്ഞ് ശരീർ ഹാത്തിയാണ്, ആത്മാവ് മഹാരഥി ഹെ. പിന്നെ ഘോടായി ഹത്തിയായി. പിന്നെ ശരീർ വൃക്ഷമാണ്, ആത്മാ ബീജാണ്. ഇന്ന് ബാബ മുരളി പറഞ്ഞത് വൃക്ഷപതി. അപ്പം എല്ലാ ദിവസവും അമൃത് വേല ഇത് ഫീൽ ചെയ്യണം. ശരീരം ഒരു വലിയ വൃക്ഷം മാതിരിയാണ്, ആത്മാവ് അതിന് ബീജസ്വരൂപമാണ്. പിന്നെ നെക്സ്റ്റ്, പെട്ടെന്ന് ബുക്കിൽ ജമ്പ് ചെയ്യാൻ പാടില്ല, അത് ഓർഡറിൽ വരണം. അപ്പോൾ താലിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആദ്യം പുഷ്പമുണ്ട്. അതിന് ഓർഡർ നമ്മൾ ഓർമ്മ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പോവാം. നടക്കുന്ന സമയത്തും നമ്മൾ ജസ്റ്റ് ഓരോരോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ബസ്സിലിരിക്കുകയാണ്, വണ്ടി ഡ്രൈവ് ചെയ്യുകയാണ്, അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെ നോക്കിയാൽ മതി. അത്ര ഈസിയാണ് അല്ലേ? ശരീരം പുഷ്പമാണ്, ആത്മാവ് എന്താണ്? അതിന് നെക്ടറാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, शरीर अगरबत्ती, आत्मा उसका सुगंध है. वेरी गुड. नेक्स्ट, शरीर मैक्स बॉक्स ആണ്, ആത്മാവ് അതിൻ്റെ തിളി ആണ്, അതിൻ്റെ ലൈറ്റിങ് അത് മെറ്റീരിയലാണ്. പിന്നെ നെക്സ്റ്റ്, വെരി ഗുഡ്. ആത്മാവ് ഡിബിയാണ്, ശരീർ ഡിബിയാണ്, ആത്മാവ് ചന്ദ്രൻ, റൈറ്റ്. നെക്സ്റ്റ്, शरीर किताब है, आत्मा लेखक है. शरीर नेक्स्ट पेन है, ആത്മാ उसका റീഫിൽ है. പിന്നെ ശരീർ സ്പെക്ടക്കിൾസ് ആണ്, അത് കണക്കിന് ആഡ് ചെയ്യുക. സ്പെക്ടക്കിൾസ്, ആത്മാ उसका സിന്ദൂർ है. അവിടെ നമ്മൾ നേരത്തെ സിന്ദൂർ പറഞ്ഞാൽ അത് ചന്ദനമാക്കുക, ഇവിടെ സിന്ദൂർ കൊണ്ടുവരാം. പിന്നെ നെക്സ്റ്റ്, ആയി. ശരീർ മൊബൈൽ है, ആത്മാ സിം है. ശരീർ ഘർ है, ആത്മാവ് മാലിക് है. शरीर नेक्स्ट, शरीर पूरा समाज है, आत्मा समाज सेवक है. शरीर राज्य है, आत्मा राजा है. शरीर राष्ट्र है, आत्मा राष्ट्रपति है, राइट. शरीर विश्व है, मैं आत्मा विश्व कल्याणकारी हूँ. പിന്നെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു? ഡയറക്റ്റ്ലി ശവത്തിൽ ജമ്പ് ചെയ്യാൻ പാടില്ല. ശരീർ തല ഹേ. എൻ്റെ അമ്മ പെട്ടെന്ന് ശവാസൻ്റെ കടക്കട എന്തൊരു ശീല, ഭയങ്കര ധൃതി. ചാവി, എല്ലാവരും ചാവി ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത്ര പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ വീടും മൊബൈലൊക്കെ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? അപ്പോൾ ശരീർ ഇസ് എ ലോക്ക്, ആത്മാ ചാവിയാണ്. പക്ഷേ ചാവി നമ്മുടെ മാസ്റ്റർ ചാവിയാണ്. അത് ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്നത് അതാണ്. ശരീർ ശവ് ഹേ, മാസ്റ്റർ ചാവി എന്താണ്? मैं മാസ്റ്റർ ശിവ് ഹോ. ശിവല്ല, मैं മാസ്റ്റർ ശിവ് ഹോ. ശിവ് പരമാത്മാൻ്റെ കുട്ടിയാണ്, മാസ്റ്റർ ശിവ്. ദേ ഇതിങ്ങനെ തന്നെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഒരു മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റ് ഇറ്റ്സ് സോൾ കോൺഷ്യസ് സ്റ്റേജ്.
പക്ഷെ മനസ്സിനൊരു ഫീഡിങ് കിട്ടുന്നുണ്ട്, ബുദ്ധിക്ക് ഒരു ചിത്രം കിട്ടുന്നുണ്ട്. അതാണ് ദിസ് ഈസ് ആത്മിക് സ്ഥിതി. ഇത് കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്താൽ ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോഴാണ് ഫൗണ്ടേഷൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞിട്ട് അവിടെ സൈലൻ്റ് ആവും. ആ സൈലൻസ് ബീജരൂപ അവസ്ഥ എൻഡിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. വണ്ടി മെല്ലെ ന്യൂട്രൽ ഗിയറിലിട്ട് പിന്നെ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയറിലേക്ക് പോകുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യോഗ ഇസ് ആത്മ അഭിമാനി. രണ്ടാമത്തെ യോഗത്തിൻ്റെ ഫേസാണ് ദാറ്റ് ഈസ് ദേഹി അഭിമാനി സ്ഥിതി. അപ്പോൾ ആത്മാഭിമാനി സ്ഥിതി, ദേഹി അഭിമാനി തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് സ്വാമിക്ക് ഭയങ്കര സന്തോഷം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ ആഴ്ച മറന്നു. ഇനി ജൂലൈ ആഗസ്റ്റിൽ പറഞ്ഞാൽ വീണ്ടും അതേ രാമായണം, അതേ മഹാഭാരതം. ആത്മാഭിമാനിയും ദേഹി അഭിമാനിയും ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ അടുത്ത പ്രാവശ്യം ഇത് ചോദിക്കും. ആത്മാഭിമാനിയും ദേഹി അഭിമാനി തമ്മിൽ വ്യത്യാസം പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ റിഫറൻസ് എന്നായിരുന്നു, വാട്ട് ഈസ് ദേഹഭാൻ ആൻഡ് ദേഹ അഭിമാൻ. അപ്പം അത് മനസ്സിലാക്കിയത് മതി. ദേഹഭാൻ पुरुष या स्त्री, देह अभिमान काला हूँ, गोरा हूँ, नाटा हूँ, കുറേ പഠിപ്പുണ്ട്, പഠിപ്പില്ലാതെ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം ദേഹ അഭിമാനാണ്. ഇനി പറ, വാട്ട് ഈസ് ആത്മ അഭിമാനി ആൻഡ് ദേഹി അഭിമാനി? ആത്മാഭിമാനി ഇപ്പോൾ മനസ്സിലായി, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, ശരീരം ഇതാണ്, ആത്മാവ്, ഞാൻ ആത്മാവ്, ഞാൻ ആത്മാവ്, കറക്റ്റ്. ഇനി ദേഹി അഭിമാനി എന്താണ്? അത് ദേഹഭാൻ, ദേഹാഭിമാനം, ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്നത് ദേഹി അഭിമാനി എന്താണ്? ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ. ഞാൻ ജൂലൈയിൽ വരുമേ, വീണ്ടും ചോദിക്കുമേ, ഇതേമാതിരി ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ടിരിക്കണേ. രഞ്ജിത് ഭായി ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കും. സംഭവം അതന്നെ. നാട്ടുകാരെ നോക്കുമ്പോൾ ഈ സ്വാമി ഭായിക്ക് വരൊന്നും ദേഹി അഭിമാനി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ 7 സ്വധർമ്മം. ദേഹ അഭിമാനം എന്താണ്? ഞാൻ ബടാ ഹൂँ, ചോട്ടാ ഹൂँ, യേ ഹൂँ, പടാ ഹൂँ, നെയ് ലിഖാ ഹൂँ, ഇതൊക്കെയാണ് ദേഹ അഭിമാൻ. ദേഹി അഭിമാനി ആത്മാവിൻ്റെ സ്വധർമ്മം. ഒന്ന് ടെമ്പററി ആണ്, ഒന്ന് പെർമനൻ്റ് ആണ്. അപ്പോൾ പെർമനൻ്റ് ആത്മാവിൻ്റെ 7 സ്വധർമ്മമാണ്. ജ്ഞാൻ, പവിത്രത, ശാന്തി, പ്രേം, സുഖ, ആനന്ദം, ശക്തി. എല്ലാവരും പറ, ജ്ഞാൻ, വച്ചത് പറ, ജ്ഞാൻ, പവിത്രത, ശാന്തി, പ്രേം, സുഖം, ആനന്ദം, ശക്തി. നോളജ്, പ്യൂരിറ്റി, പീസ്, ലവ്, ഹാപ്പിനെസ്, ബ്ലിസ് ആൻഡ് പവർ. ഇപ്പോൾ രണ്ടാമത്തെ ഫേസിൽ ആത്മാവിൻ്റെ ഓരോരോ ഗുണത്തിന് നമ്മൾ ഫീൽ ചെയ്യണം. ഞാൻ ആത്മാവ് ജ്ഞാൻ സ്വരൂപമാണ്, ഞാൻ ആത്മസ്വരൂപം, ചിത്രം. പിന്നെ അത് ചിത്രം ഉണ്ടാക്കണം. അപ്പോൾ ആത്മാവിൻ്റെ 7 ഗുണങ്ങളുടെ ചിത്രം എങ്ങനെയാണ് ഉണ്ടാക്കുക? കുറേ പ്രാവശ്യം തൽപ്രമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മാവ് ജ്ഞാൻ സ്വരൂപം. അതായത് ഇനിയിപ്പം ബുദ്ധി എന്താ, മനസ്സും ബുദ്ധി ഭൃക്കുട്ടീൻ്റെ നടുക്ക് വരണം. ആത്മാവ് ജ്ഞാൻ സ്വരൂപം, തിളങ്ങുന്ന നക്ഷത്രം കാണുക. ഇനിയിപ്പം ശരീരം ഇതാണ്, ശരീരം ഇതാണെന്നൊക്കെ വിടുക. അത് കഴിഞ്ഞു, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുവാണ്. അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ വരുമ്പം ദേഹി അഭിമാനി അവസ്ഥയിൽ ഞാൻ മേ ആത്മാവും, തിളങ്ങുന്ന നക്ഷത്രം, പോയിന്റ് ഓഫ് ലൈറ്റ്, മേ ആത്മാ ജ്ഞാൻ സ്വരൂപ്. നെക്സ്റ്റ് മേ ആത്മാ പവിത്ര സ്വരൂപ്. അപ്പം എന്താ ചിത്രം കൊണ്ടുവരുക? ഞാൻ ആത്മാവ് ജ്ഞാൻ സ്വരൂപ്, അത് സ്വമാനായി. സ്വരൂപ് എന്താണ്? തിളങ്ങുന്ന നക്ഷത്രം. ഞാൻ ആത്മാവ് പവിത്ര സ്വരൂപം. അപ്പം എന്ത് സ്വരൂപമാണ് കൊണ്ടുവരണ്ടേ? അതാണ് പവിത്ര സ്വരൂപമാണ് പ്രകാശം. അപ്പം ആത്മാവിൻ്റെ ആ ഫേസിൻ്റെ മൊത്തം അതിൽ ആ പ്രകാശം നമ്മൾ കാണണം, മനസ്സും ബുദ്ധി വെച്ചിട്ട്. ആ ദിവ്യ ഓറ, ദിവ്യ പ്രകാശം. ആ പ്രകാശം വളരെ ബ്രൈറ്റാണ്, വളരെ ലൈറ്റാണ്. മെല്ലെ 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 പ്രകാശം ഇങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സും ബുദ്ധി വെച്ചിട്ട് കാണണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൻ്റെ വരെ അവിടെ എത്തണം. നിങ്ങളുടെ ഈ പ്രകാശം എത്ര കൂടുതൽ പോകുന്നത് അത്ര നിങ്ങളുടെ വീട്ടിൻ്റെ വാസ്തു ഹീലിംഗ് ആവുന്നത്. അതുകൊണ്ട് വാസ്തുവിൽ പറയുന്ന ഒരു കൺസെപ്റ്റാണ് വാസ്തു പുരുഷ് എന്ന് പറയുന്നത്.
വാസ്തു പുരുഷ്. ഈ പുരുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. പുരുഷും പ്രകൃതിയും. അപ്പോൾ പുരുഷ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ ഈ വാസ്തുവിൻ്റെ 5 തത്വങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ആത്മാവിൻ്റെ ഈ സ്വധർമ്മം വെച്ചിട്ടാണ്. അപ്പോൾ ആത്മാവ് എത്ര ഞാൻ പവിത്ര സ്വരൂപമാണെന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ദിവ്യ പ്രകാശം ഇങ്ങനെ കൂടി 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 വരണമെന്ന് അത് കാണണം, ഫീൽ ചെയ്യണം. ആദ്യം ഫീൽ ചെയ്യണം. അപ്പോൾ ജ്ഞാനായി, പവിത്രത്തായി. മൂന്നാമത്തെ എന്താണ്? मैं आत्मा ശാന്ത സ്വരൂപ്. ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. അതിനു വേണ്ടിയിട്ട് എന്താ ചിത്രം ഉണ്ടാക്കുക? ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപ്. ശാന്ത സ്വരൂപ് നമ്മുടെ ഫുൾ ഫേസ്. ഇത് 3 പ്രാവശ്യം 3 ചിത്രമാണ് കിട്ടിയത്, സെയിം ചിത്രമല്ല. ഞാൻ ആത്മാ തിളങ്ങുന്ന നക്ഷത്രം, ഞാൻ ആത്മാവ് പവിത്ര സ്വരൂപ പ്രകാശം, ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപം ഫുൾ ഫേസ്. റൈറ്റ്, ഫുൾ ഫേസ്. ജ്ഞാൻ, പവിത്രത, ശാന്തി. ഞാൻ ആത്മാവ് പ്രേം സ്വരൂപമാണ്. ഇനിയിപ്പോൾ എന്താ ചന്ദ്രൻ ഉണ്ടാക്കുക? എന്താ കാണേണ്ടത് നമ്മൾ? കണ്ണുകൾ. മേരെ നയൻ റുഹാനി പ്രേം, ആത്മിക് പ്രേം. ആത്മിക് പ്രേം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മിക് സോഷ്യൽ വർക്കർ ആവാൻ പറ്റുള്ളൂ. റുഹാനി സോഷ്യൽ വർക്കർ ഇന്ന് ബാബ പറഞ്ഞിട്ടില്ലേ? ആത്മിക് സോഷ്യൽ വർക്കർ, റുഹാനി സോഷ്യൽ വർക്കർ. സ്നേഹം വേണം. അപ്പോൾ സ്നേഹം അത് എവിടുന്നാണ് അത് കാണേണ്ടത്? കണ്ണുകൾ, ഐസ്. കറക്റ്റ്. ജ്ഞാൻ, പവിത്രത, ശാന്തി, പ്രേം. मैं ആത്മാ സുഖ സ്വരൂപമാണ്. ഐ എം എ ഹാപ്പി ബീങ്. ഹാപ്പി ബീങ് എന്ന് പറഞ്ഞാൽ സുഖ സ്വരൂപം എങ്ങനെയാണ് ചിത്രീകരണം ചെയ്യുക? മുസ്കുറാഹട്ട്, പുഞ്ചിരി, ഹാപ്പിനെസ്. എല്ലാവരും ഒന്ന് മുസ്കുറാഹോ, കുറച്ചൊന്ന് പുഞ്ചിരിയൊക്കെ വരട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ബാബ പറഞ്ഞു, ക്യാ മേരാ ഭാഗ്യ, വാഹ മേരാ ഭാഗ്യ, വാഹ. റൈറ്റ്. ബാബ വന്ന സ്ഥിതിക്ക് നമുക്ക് എത്ര ലൈഫ് വളരെ ഈസിയായി. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഹാപ്പിനെസ് കാ സാഗർ ശിവ് ബാബ ഹമാരെ പാസ് ഹെ. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത്? ഏതോ ഒരു ടീം ജയിച്ചു, ബാംഗ്ലൂർ ടീം ജയിച്ചു, മൊത്തം 3 ലക്ഷം ആൾക്കാർ ബാംഗ്ലൂരിലേക്ക്. ഹാപ്പിനെസ്. എന്താ സംഭവിച്ചത്? സെലിബ്രേഷൻ. ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവമാണ്. അത് ഇന്നലത്തെ ന്യൂസ്. ഇന്ന് എത്ര പേര്? സ്റ്റാമ്പീഡ്. അത് മാക്സിമം അവിടെ പോയത് യങ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഇന്ത്യ ഒളിമ്പിക്സ് ഒന്നും ജയിച്ചിട്ടില്ല. ഏതൊരു ടീം, പേര് ബാംഗ്ലൂർ. എല്ലാവരും ബാംഗ്ലൂരിലെ ആൾക്കാരൊന്നുമില്ല. വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു IPL. നമ്മളത് കാണണം. ഇന്നത്തെ ഈ കുട്ടികൾ ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? 11 ആൾക്കാർ ഒരു ഫ്രാഞ്ചൈസി വന്നിട്ട് ഓരോരാൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കോടി, എത്ര കോടിയാണ് വെക്കുന്നത്. അപ്പം അത് അവരുടെ ടീം മെമ്പറോ? അത് ബാംഗ്ലൂരൊന്നും അല്ല, ഇന്ത്യൻ്റെ ഏത് പ്ലെയർ, ഫോറിൻ്റെ പ്ലെയറും ഉണ്ടാവും. എനിക്കൊന്നും, ഞാൻ IPL ഒന്നും കാണാറില്ല. അതെ, ബാംഗ്ലൂർ ടീം ജയിച്ചു. അതിൽ 4 ഫോറിനേഴ്സാണ്. അതിനെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ 3 ലക്ഷം ആൾക്കാർ സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. മൊത്തം രാത്രി അവർ സെലിബ്രേറ്റ് ചെയ്തു. ജയിച്ചു. ഒരു ദിവസം രാത്രി അത് പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ മൊത്തം രാത്രി സെലിബ്രേഷൻസ് ആയിരുന്നു ബാംഗ്ലൂരിൽ. പിറ്റേ ദിവസം ഗവൺമെൻറ്റിൻ്റെ വക എല്ലാവരും ഫെലിസിറ്റേറ്റ് ചെയ്യണം. 30,000 കപ്പാസിറ്റിയിൽ 3 ലക്ഷം ആൾക്കാർ വരുവാണ്. എന്താണ് സംഭവം? അപ്പോൾ ഈ കുട്ടികളുടെ ഈ മാനസികാവസ്ഥ നമ്മൾ കാണണം. ഹാപ്പിനെസ്സിന് വേണ്ടി, സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വാട്ട് ആർ വി ഡൂയിങ്? ഈ പോകുന്ന കുട്ടികൾ പഠിപ്പും വിവരം ഇല്ലാത്ത കുട്ടികളല്ല. എല്ലാവരും ബാംഗ്ലൂരിൻ്റെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സാണ് പോകുന്നത് അവിടെ. പെൺകുട്ടികളും ആൺകുട്ടികളും. വലിയവരുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. सी पापा പറയുന്നത് इसका सब कुछ ज़रूरत नहीं है बच्चे. ഈ ഹാപ്പിനെസ് നമ്മൾ പുറത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് കിട്ടൂല ഹാപ്പിനെസ്. ആ കഥ നമുക്കറിയാലോ. ഒരു കുട്ടീൻ്റെ ചാവി നഷ്ടപ്പെട്ടു.
അപ്പോൾ കുട്ടി കുറേ നേരം ഇങ്ങനെ വീട്ടിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? പുറത്ത് പോയിട്ട് നോക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ ആൾക്കാർ കുട്ടി എന്താണ് തേടുന്നത്? ചാവി. നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടെ, ഹെൽപ്പ് ചെയ്തോളൂ. എല്ലാവരും മൊത്തം നാട്ടുകാർ തേടാൻ തുടങ്ങി. കുറേ കഴിഞ്ഞിട്ട് ഒരു വൃദ്ധനായ ദാദി വന്നിട്ട് ചോദിച്ചു കുട്ടീൻ്റെ അടുത്ത്, പക്ഷേ കുട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ ഈ താക്കോൽ എവിടെയാണ് മറന്നത്? അതെനിക്ക് ഓർമ്മയുണ്ട്. എവിടെയാണ് നഷ്ടപ്പെട്ടത്? വീട്ടിൽ. അപ്പോൾ വീട്ടിൽ നഷ്ടപ്പെട്ട് പുറത്ത് എന്തിനാണ് കാണുന്നത്? വീട്ടിൻ്റെ അകത്ത് അന്ധേരാണ്, ലൈറ്റില്ല ഇന്ന്. പുറത്ത് ഭയങ്കര പ്രകാശ്, ചമക് ധമക്, അതുകൊണ്ടാണ് പുറത്ത് കാണുന്നത്. ഈ ഇന്നലെ നടന്ന സംഭവം മാംഗ്ലൂരിൽ അതന്നെ സംഭവം. വീട്ടിനകത്ത് ലൈറ്റ് ഇല്ല. സ്വാമി വൈക്ക് എങ്ങനെ അറിയാം ബാംഗ്ലൂരിലൊക്കെ ലൈറ്റ് ഇല്ല എന്നറിയാം? ഈ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഈ ശരീരം വീടാണ്, ആത്മാവിൻ്റെ ലൈറ്റ് ഇല്ല. അപ്പം ഇവിടെ ലൈറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എവിടെയാ ലൈറ്റ്, സ്ഥൂലമായ ലൈറ്റ്, അവിടെ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെലിബ്രേഷനിൽ മൊത്തം ബാംഗ്ലൂർ ലൈറ്റ് ലൈറ്റ്. ദിവാലി മാതിരിയാണ് അവർ സെലിബ്രേറ്റ് ചെയ്തത് ഇന്നലെ മിഞ്ഞാന്ന്. അല്ലെങ്കിൽ പൊല്യൂഷൻ ഹാലത്ത് ഖറാബ്. അപ്പോൾ ഇംഗ്ലീഷിലൊരു നല്ലൊരു ചൊല്ലുണ്ട്, ഈ കുട്ടി നമ്മളെല്ലാവരും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം IT സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ബാംഗ്ലൂരിൽ എല്ലാം പഠിപ്പും വിവരമുള്ള ആൾക്കാർ ഈ കുട്ടീൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എല്ലാവരും പറയാം, പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ദ റൈറ്റ് തിങ്സ് ബട്ട് ഡാഷ് ഡാഷ് ഡാഷ്. നാട്ടുകാരൊന്നും മിണ്ടുന്നില്ല, ബുദ്ധിമാനായി എല്ലാവരും കൂടി. അപ്പോൾ സംസ്കാരമൊക്കെ നന്നാവുന്നുണ്ടേ. ഒരു വർഷം മുമ്പ് ഡാഷ് ഡാഷ് ഡാഷ്, ഇപ്പം അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുരോഗതി വരുന്നുണ്ട് സൗമ്യബേൻ. പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ദ റൈറ്റ് തിങ്സ് ബട്ട് അറ്റ് ദ റോങ് പ്ലേസസ്. പറ, പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ദ റൈറ്റ് തിങ്സ് ബട്ട് അറ്റ് ദ റോങ് പ്ലേസ്. അപ്പോൾ ഈ 3 ലക്ഷം ആൾക്കാർ ബാംഗ്ലൂർ സ്റ്റേഡിയം പോയത് ശരിക്കും പറഞ്ഞാൽ നിർദോഷമായ ആത്മാക്കളാണ്. അവർ ഹാപ്പിനെസ്സിനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദേ ആർ ലുക്കിംഗ് അറ്റ് ദ റോങ് പ്ലേസ്. ഗലത് ജഗ പਹੁഞ്ച് ഗയ ആപ്പ്. തെറ്റായ സ്ഥലത്താണ് നിങ്ങൾ ഹാപ്പിനെസ് പരത്തുന്നത്. ഇതൊക്കെ സംഭവിക്കും ഇനി. അപ്പം ബാബ പറയുന്നത് ഈ പുറത്ത് ഈ മനസ്സും ബുദ്ധിനെ കൊണ്ടുപോകാൻ പാടില്ല. മെല്ലനെ ഞാൻ ആത്മാവാൻ ഹാപ്പി ബീങ്. അപ്പോൾ ഈ ഹാപ്പിനെസ്, ആ സ്വധർമ്മം നമ്മൾ ഫീൽ ചെയ്ത് എന്തിനാണ് വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നത്? എന്തിനായി തിരക്കും തള്ളിൽ പോകുന്നത്? കറക്റ്റ്. तो ज्ञान, पवित्रता, शांति, प्रेम, सुख. ഞാൻ ആത്മാവ് ആനന്ദ സ്വരൂപം, ആനന്ദ സ്വരൂപം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സുഖ സ്വരൂപം ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനന്ദ സ്വരൂപം? ടീച്ചർക്ക് അറിയാം. അല്ല, അത് ശിവ് ബാബ ആനന്ദ കാ സൂര്യ ഹെ. ഞാൻ ആത്മാവ് സുഖസ്വരൂപം, ഞാൻ ആത്മാവ് ആനന്ദ സ്വരൂപത്തെ തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ആത്മാവിൻ്റെ സ്വധർമ്മമാണ്. അപ്പം ഇത് ഔട്ട് ഓഫ് സിലബസ് ആണല്ലേ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. രാഗിണി ബേൻ പറയണേ സ്വാമി അതുകൊണ്ട് ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല. വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ, അനുഭവിച്ചോളൂ. ഇത് രണ്ടും ടീച്ചർ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഉത്തരം പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇനി അടുത്ത മാസം ഞാൻ വീണ്ടും ചോദിക്കും. ഇത് രണ്ടും ആത്മാവിൻ്റെ സ്വധർമ്മമാണ്. ഇതിൽ കർമ്മേന്ദ്രി കഹാ സെ ആയാ? ഹം തോ ദേഹി അഭിമാനി സ്ഥിതി का ഡിസ്കഷൻ कर रहे हैं ना. ആന്തരികമായ. അപ്പോൾ ഈ ആത്മസുഖ സ്വരൂപം എന്താണ്? സെലിബ്രേഷൻസ് ആണോ? ഇത് അരമണിക്കൂർ ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ദ റൈറ്റ് തിങ്സ് ബട്ട് അറ്റ് ദ റോങ് പ്ലേസസ്. ആത്മസുഖ സ്വരൂപം ആന്തരിക സുഖമാണ്, ആത്മാവിൻ്റെ ഗുണമാണ്. मैं आत्मा सुख स्वरूप, मैं आत्मा आनंद स्वरूप. व्हाट इज द डिफरेंस? രണ്ടും ആത്മാവിൻ്റെ ഗുണമാണല്ലോ. ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹേ അർജുൻ, സുഖ് ദുഃഖ് മാൻ അപമാൻ ജയ പരാജയ നിന്ദ സ്തുതി ठंडी गर्मी, हे अर्जुन स्टेबल स्थित प्रज्ञ. ബാംഗ്ലൂർ ടീം ജയിച്ചു, ഭയങ്കര ആഹ്ലാദം. തോറ്റാൽ അതേമാതിരി ഡിപ്രഷൻ. അപ്പം ഭഗവത്ഗീതയിൽ അർജുൻ്റെ അടുത്ത് ഇത് പറഞ്ഞായിരുന്നു. ഹേ, ഒരു സ്റ്റേജ് നിങ്ങൾ എത്തണം, എന്ത് വന്നാലും ശരി നമ്മുടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത അവസ്ഥ.
യുദ്ധം നടക്കുന്നുണ്ട്, സ്റ്റേബിൾ. യുദ്ധം സീസ്ഫയറായി, സ്റ്റേബിൾ. കോവിഡ് വരുന്നുണ്ട്, സ്റ്റേബിൾ. കോവിഡ് ശരിയായി, സ്റ്റേബിൾ. തൽഫലം ഭയങ്കര മഴ, എന്താ ചെയ്യണ്ടേ? സ്റ്റേബിൾ, ഓക്കെ. ഭയങ്കര ചൂട്, അയ്യോ ചൂട്, അയ്യോ ചൂട് എന്ന് പറഞ്ഞിട്ട് വെള്ളം വെക്കാൻ പാടില്ല. ആ പ്രകൃതിൻ്റെ ആ നടക്കുന്ന ചൂട് അനുഭവിക്കുന്നുണ്ട്, ബി സ്റ്റേബിൾ. സുഖ ठंडी गर्मी बारिश, അത് ഹയസ്റ്റ് സ്റ്റേജാണ്. നമ്മൾ മെല്ലെ 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 നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തണം. ഏത് സിറ്റുവേഷനും ബാബ പറയുന്ന സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. ഈ ക്യോ ഹുവാ തോ കാരണേനാ വെറുതെ അല്ല ചൂടും മഴയൊക്കെ പെയ്യുന്നത്, അതിൻ്റെ കാരണമുണ്ട്. ദർ ഈസ് സയൻസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഈ ആനന്ദ സ്വരൂപം ഹയസ്റ്റ് സ്റ്റേജാണ്. അതിന് ചിത്രം എന്താ ഉണ്ടാക്കുക? മനസ്സിലായോ ടീച്ചറെ? അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കും. അപ്പോൾ എന്താ ഉത്തരം പറയാ? അല്ല, ഹയസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ ശരിയാവില്ല. സ്ഥിത് പ്രജ്ഞ. അപ്പം ഇത് തുടങ്ങണം. സുഖ് ദുഃഖ് മാൻ അപ്മാൻ, ഇത് ഡെഫിനേഷനാണ്. ഹേ അർജുൻ വെച്ച് തുടങ്ങണം. സുഖ് ദുഃഖ് മാൻ അപ്മാൻ, ജയ പരാജയ, നിന്ദ സ്തുതി, ठंडी गर्मी. ഹേ അർജുൻ സ്ഥിത് പ്രജ്ഞ. ഇതാണ് ആനന്ദത്തിന് ഡെഫിനേഷൻ. തമ്പാൻ ഭായി അടുത്ത പ്രാവശ്യം ഞാൻ ചോദിക്കുവേ. അപ്പം എന്താ ഉത്തരം പറയാ? ഹേ അർജുൻ വെച്ച് തുടങ്ങണം. അല്ലെങ്കിൽ എന്തോ പറഞ്ഞായിരുന്നു, വീണ്ടും ശക്തി. ഞാൻ പെട്ടെന്ന് വരാം. ജൂലൈ ആഗസ്റ്റിൽ ഞാൻ ഉണ്ടാവും. നെക്സ്റ്റ്. അപ്പം ആനന്ദത്തിന് എന്താണ് ചിത്രം ഉണ്ടാക്കുക? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഒരു ആൻറ്റിന മാതിരി ബ്രാഹ്മണൻ്റെ ഇത് ഉണ്ടാവില്ലോ, ചോട്ടി. പക്ഷെ അതിനെക്കാട്ടി നല്ലത് എന്താണ്? ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഭട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ ആരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഒരു ബാബൻ്റെ കുട്ടി വളരെ നല്ലൊരു ചിത്രമാണ് ആക്കിയത്. അങ്ങനെയാണ് നമ്മളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനന്ദത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ദാറ്റ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ജനിച്ച പാട് ആനന്ദ സ്വരൂപമാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ 16 കല സമ്പൂർണ്ണ. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ ഏറ്റവും കൂടുതൽ നമ്മൾ പൂജ ചെയ്യുന്നത് ഭക്തന്മാർ. ശ്രീ ലക്ഷ്മി നാരായൺ അതിൻ്റെ കുറയുന്ന സ്ഥിതിയാണ്. ശ്രീകൃഷ്ണ ഈസ് മച്ച് മോർ പ്യുവർ ദാൻ ശ്രീ ലക്ഷ്മി നാരായൺ. അവർ രാജ്യഗദ്യത്തിൽ ഇരിക്കുവാണ്, പക്ഷെ അപ്പോഴത്തേക്ക് ഒരു 100-150 വർഷം പോയി. പ്രാരംഭമേ ശ്രീകൃഷ്ണ. ഇനിയിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ചിത്രം മനസ്സും ബുദ്ധിയിലൊക്കെ കൊണ്ടുവരിക. അതിൽ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ചിത്രം എടുക്കുക. ഞാൻ ആത്മാവ് ആനന്ദ സ്വരൂപം. അപ്പോൾ ശ്രീകൃഷ്ണൻ മുമ്പിൽ വരുന്നുണ്ട്. ആദ്യം തുടങ്ങിയത് ഹേ അർജുൻ, നമ്മൾ എൻ്റെ ചെയ്യുന്ന ശ്രീകൃഷ്ണ. അപ്പോൾ ശ്രീകൃഷ്ണ ചിത്രം വരുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മുഖം നോക്കിക്കൊണ്ട് എന്ത് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ മുഖത്തിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എവിടെ ശ്രീകൃഷ്ണൻ? അതെ, അവിടെ നോക്ക്. മുഖം മാത്രമേ. കിരീടം എടുക്കാൻ പാടില്ല. കിരീടം ശ്രീ ലക്ഷ്മി നാരായണന് വേണ്ടിയിട്ട്. എൻ്റെ അമ്മേ, എത്ര പേർക്ക് ശ്രീകൃഷ്ണൻ അടുത്ത് വളരെ സ്നേഹമുണ്ട്? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. വെരി ഗുഡ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇസ് വെരി ഫേമസ് ഫോർ വാട്ട്? ശ്രീകൃഷ്ണ ശൃംഗാരത്തിൽ അതുണ്ടെങ്കിൽ മാത്രമേ ശൃംഗാരം പൂർത്തിയാവുന്നുള്ളൂ. ശ്രീകൃഷ്ണൻ പുഞ്ചിരിയായി, ഞാൻ ആത്മാ സുഖ സ്വരൂപായി. ഏത് സ്മൈലായി. ഫ്ലൂട്ട് എന്ന് പറയാൻ പാടില്ല, അത് താഴെ മുഖം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ആരോ പറയുന്നുണ്ട് ബിന്ദി ആയി. ബിന്ദി ഞാൻ തിളങ്ങുന്ന നക്ഷത്രം. ഇവിടെ നോക്ക്. എൻ്റെ അമ്മേ, ഇവിടെ ഇത്ര വലിയ ചിത്രം എന്തിനാ പിന്നെ സുമേഷ് ഭായി ഇവിടെ വെച്ചത്? ശ്രീകൃഷ്ണ ഈസ് ഓൾവേസ് ഷോൺ വിത്ത് എ പീകോക്ക് ഫെദർ. അവൻ്റെ തലയിൽ പറഞ്ഞായിരുന്നല്ലോ ഒരു ആക്കി. ഞാൻ കുറച്ച് വെച്ചത് പറയണം, നാട്ടുകാർ കേൾക്കണേ. നീ ശീലാവൻ മാത്രം കേട്ടിട്ട് പോരാ. സോ ഈ ഒരു ചോട്ടീനെ കാട്ടി നല്ലൊരു ഇമേജാണ് ഇതില്ലേ ശ്രീകൃഷ്ണൻ. ഫുൾ മുക്കൂട്ട് ശ്രീ ലക്ഷ്മി നാരായണക്ക്. പക്ഷേ ശ്രീകൃഷ്ണൻ്റെ മുക്കൂട്ടിൽ എന്ത് വന്നാലും ശരി, ആ മയിൽപ്പീലിയിൽ പറയാം ഞാൻ ആത്മാവ് ആനന്ദ സ്വരൂപം. ആനന്ദ സ്വരൂപമായ ചിത്രം വരണം. റൈറ്റ്. ഇനി ലാസ്റ്റ് ഞാൻ ആത്മശക്തി സ്വരൂപം. അപ്പോൾ ഈ ആനന്ദ സ്വരൂപം സ്ഥിതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും ആ ശക്തി അവർ ഫീൽ ചെയ്യും. അപ്പം അതിനെ പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ടത്.
ജ്ഞാൻ, പവിത്രത, ശാന്തി, പ്രേം, സുഖ, ആനന്ദം. ലാസ്റ്റ് ഈസ് ശക്തി. അപ്പോൾ ശക്തി സ്വരൂപൻ്റെ ആണ് നിങ്ങൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. ആത്മാവിൽ ആ ശക്തി കാ വിജയ് കാ തിലക്, റെഡ് കളർ വിജയ് കാ തിലക്. അപ്പോൾ ആത്മാഭിമാനി സ്ഥിതി ശരീരവും ആത്മാ തമ്മിലുള്ള കണക്ഷനായിരുന്നു. ദേഹി അഭിമാനി സ്ഥിതി നമ്മളെ ശരീരത്തിൽ കൊണ്ടുവരുന്നേ ഇല്ല. എല്ലാം ആത്മാ. ഞാൻ ആത്മാവ് ജ്ഞാൻ സ്വരൂപം, തിളങ്ങുന്ന നക്ഷത്രം, ജ്യോതി. ഞാൻ ആത്മാ പവിത്ര സ്വരൂപ, ദിവ്യ പ്രകാശം. അത് ഫീലും ചെയ്യണം, ചിത്രവും കാണണം. മനസ്സെന്ന് പറഞ്ഞാൽ സങ്കല്പം, ഭാവങ്ങൾ. ബുദ്ധി ചിത്രം. ശാന്ത സ്വരൂപം, നമ്മുടെ മുഖം ഫുൾ ഫേസ് വളരെ സൈലൻറ്റ്, പീസ്ഫുൾ. പ്രേം സ്വരൂപം നമ്മുടെ കണ്ണുകൾ. സുഖസ്വരൂപം പുഞ്ചിരി, റൈറ്റ്. ആനന്ദ സ്വരൂപം മയിൽപ്പീലി. ശക്തി സ്വരൂപം വിജയത്തിന് തിലകം. അപ്പം ആത്മാഭിമാനി സ്ഥിതി രണ്ടാമത്തെ ഫേസാണ് ദേഹി അഭിമാനി സ്ഥിതി. ഇതാണ് യോഗത്തിന് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. എത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈസി ആയിട്ട് നമ്മുടെ വണ്ടി പോവാണ് അല്ലേ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് റൈറ്റ് പരമാത്മ സ്മൃതി, ശിവ ബാബ കി സ്മൃതി. ഇനി മെല്ലനെ മനസ്സും ബുദ്ധി. ഇനിയിപ്പം ഒരാണ് നമ്മളിപ്പം സൂര്യൻ, ഇപ്പം സ്ഥൂലമായ സൂര്യനെ നമുക്ക് മനസ്സും ബുദ്ധി വെച്ചിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മനസ്സും ബുദ്ധി മെല്ലനെ പയ്യാമ്പലം ബീച്ചിൻ്റെ അവിടുന്ന് മെല്ലനെ സൂര്യനെ ഉദിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗണ്ടൻസ്ക്ക് ऊपर സൂര്യ ഉദയം, റൈറ്റ്. ഇവിടെ പോയിട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പം ശിവ് ബാബയും ജ്ഞാൻ സൂര്യനാണ്, കറക്റ്റ്. അപ്പം ഒന്ന് നമ്മുടെ മനസ്സും ബുദ്ധി വെച്ചിട്ട് നമ്മൾ സൂര്യത്തിനടുത്ത് പോവാണ്. മനസ്സും ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പോകാമല്ലോ. അപ്പോൾ രാജയോഗം എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധി വെച്ചിട്ട് യാത്രയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സും ബുദ്ധി എടുത്തിട്ട് സൂര്യത്തിൻ്റെ അടുത്ത് പോവാണ്. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അതർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുവാണ്. മനസ്സും ബുദ്ധി വെച്ചിട്ട് സൂര്യത്തിനെ കാണുവാണ്. നമ്മൾ ഇരിക്കുന്ന ഇവിടെ മനസ്സും ബുദ്ധി വെച്ചിട്ട് സൂര്യത്തിൻ്റെ പ്രകാശം നമ്മളിവിടെ ഇരുന്നിട്ട് തന്നെ പ്രകാശം നമ്മൾ സ്വീകരിക്കണം. രണ്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് ലാസ്റ്റ് സ്റ്റേജ് ബീജ് രൂപ് സ്വരൂപ അവസ്ഥ. മനസ്സും ബുദ്ധി എടുത്തിട്ട് പരംധാമത്തിലേക്ക് പോവുക. പക്ഷെ അത് ലാസ്റ്റ് ഫേസാണ്. ബിക്കോസ് നമ്മൾ ഇതെല്ലാം ഫൗണ്ടേഷൻ വെച്ചിട്ട് ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലോട്ട് ടവറിലേക്ക് പോവുക. പെട്ടെന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അതേ സ്പീഡിൽ നമ്മൾ താഴെ വരും ചെയ്യും. സോ ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഈസി. ഒരു യാത്രയാണ്, മെല്ലെ മെല്ലെ മെല്ലെ. ഈ യാത്ര നമുക്ക് കുറച്ച് സ്പീഡും ഫാസ്റ്റും സ്ലോ ആക്കാൻ പറ്റും. പക്ഷേ അതിനെ റൂട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് രാജയോഗം വളരെ സിമ്പിളായി ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ മനസ്സും ബുദ്ധി അലഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് നമുക്ക് ആ റൂട്ട് അറിയാത്തതുകൊണ്ടാണ്. റൂട്ട് ആരും കുറേ ഫാക്കൽറ്റി മെമ്പേഴ്സ് അത് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈസി ആയിട്ട് നമ്മൾ അത് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾക്ക് ആ ഫുൾ റൂട്ട് അറിയുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം ആസ് ക്രിയേറ്റീവ് ആസ് പോസിബിൾ. പക്ഷേ അറ്റ്ലീസ്റ്റ് ബേസിക് മാപ്പിംഗ് നമുക്ക് എന്തായാലും ശരി ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പരമാത്മ സ്മൃതി. അപ്പോൾ ഇവിടെ ഇരിക്കുക, ഇവിടെ തന്നെ ഇരിക്കുക. മനസ്സും ബുദ്ധി വെച്ചിട്ട് ആ പരംധാമത്തിനെ, ആ ജ്ഞാൻ സൂര്യത്തിനെ കാണുക. പിന്നെ ശിവ് ബാബേൻ്റെ അടുത്ത് ആ 7 ജ്ഞാൻ ഗുണ ശക്തിയുടെ പ്രകാശം ആത്മാവിൽ വരുന്ന ആ ദൃശ്യമാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇവിടെ തന്നെ ഇരിക്കുക, പോണ്ട. ബിക്കോസ് നമ്മൾ മെല്ലനെ ഇവിടുന്ന് മനസ്സും ബുദ്ധി എടുത്തിട്ട് പോകുന്നത് കുറച്ച് ടഫാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഇരുന്നിട്ട് പരമജ്യോതിയുടെ അടുത്ത് ജ്ഞാൻ ഗുണങ്ങളും ശക്തികളുടെ ആ പ്രകാശം നമ്മൾ എടുക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോംവർക്ക് നമ്മൾ ഇതിനു മുമ്പ് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം അടുത്ത പ്രാവശ്യം. അപ്പോൾ ബാബ ജ്ഞാനസൂര്യനാണ്, ബാബ പവിത്രതൻ്റെ സൂര്യമാണ്, ബാബ ശാന്തിൻ്റെ സൂര്യനാണ്, ബാബ പ്രേമത്തിൻ്റെ സൂര്യനാണ്, ബാബ സുഖത്തിൻ്റെ സൂര്യനാണ്, ആനന്ദത്തിൻ്റെ സൂര്യനാണ്, ശക്തിൻ്റെ സൂര്യനാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ബാബേൻ്റെ അടുത്ത് ആ പ്രകാശം നമ്മൾ കാണണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ദാദി ജാനകിജീൻ്റെ എക്സാമ്പിൾ. ദാദി ജാനകിജി എന്താ ചെയ്തത്?
ദാദി ജാനകിജിൻ്റെ ആത്മാവും ആ ശിവബാബൻ്റെ അടുത്ത് അത്ര കൂടുതൽ ഏകാഗ്രത കോൺസെൻട്രേഷൻ വെച്ചിട്ട് ബാബനെ ഓർത്തിട്ട് ബാബയും ദാദി ജാനകിജീൻ്റെ ഈ സഹസ്രാത്ര ചക്ര വരെ ആ ദിവ്യ പ്രകാശത്തിൻ്റെ ആ ചാനൽ, ആ ടണൽ, സുരംഗം ഉണ്ടാക്കി. ആ സുരംഗം പ്രകാശത്തിന് സുരംഗമായിരുന്നു. ഒരു സെക്കൻഡും മനസ്സും ബുദ്ധി ആ സുരംഗത്തിന് പുറത്ത് പോകാൻ പാടില്ല. അതായിരുന്നു ദാദി ജാനകിജീൻ്റെ കോൺസെൻട്രേഷൻ പവർ. ഇപ്പം നമ്മൾ മെല്ലെ 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 നമ്മുടെ ആ പവർ ഓഫ് കോൺസെൻട്രേഷനാണ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കേണ്ടത്. അത് മെല്ലെ മെല്ലെ വരും. ഏത് കാര്യം പഠിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ സ്കില്ല് കിട്ടാൻ തുടങ്ങും. അത് ഡ്രൈവിംഗ് ആയാലും ശരി, മ്യൂസിക് ആയാലും ശരി, കുക്കിംഗ് ആയാലും ശരി, സ്വിമ്മിങ് ആയാലും ശരി, അതേമാതിരി രാജയോഗമായാലും ശരി. പക്ഷെ നമ്മളത് നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കറക്റ്റ്. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, शिव बाबा ज्ञान सूर्य है, मैं आत्मा है ना ज्ञान स्वरूप हूँ. അപ്പോൾ ശിവ് ബാബേൻ്റെ അടുത്ത് ആ പ്രകാശത്തിൻ്റെ ആ സുരംഗം, ആ ടണൽ, ആ ചാനൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരണം. യെസ്. സോ ദിസ് ഇങ്ങനെ ആ പ്രകാശം വന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. ഇനിയിപ്പോൾ 6 ബാക്കിയുണ്ട്. പവിത്രത, ശാന്തി, പ്രേം, സുഖം, ആനന്ദം, ശക്തി. ഇനി പവിത്രതയ്ക്ക് വേണ്ടിയിട്ട് വേറെ ചിത്രം ഉണ്ടാക്കണം. പ്രകാശം കൊണ്ടുവരാൻ പാടില്ല, കളറും കൊണ്ടുവരാൻ പാടില്ല. നമുക്ക് വേറെ വേറെ കളർ കൊണ്ടുവരാം. ബിക്കോസ് ചില ബാബൻ്റെ കുട്ടികൾക്ക് ഈ കളറും പ്രകാശം കാണാൻ പറ്റില്ല. നമുക്ക് ചില സമയത്ത് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ആ പ്രകാശത്തിൻ്റെ ലിഫ്റ്റ് തന്നെ ഉണ്ടാവും. അതായത് ട്രാൻസ്പെറൻറ്റ് ലിഫ്റ്റ്, ഗ്ലാസിൻ്റെ ലിഫ്റ്റ്. അപ്പോൾ അതിനകത്ത് കയറിയാൽ നമ്മൾ മെല്ലെ മുകളിലോട്ടേക്ക് പോകുമ്പോൾ താഴെ എല്ലാ ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. റൈറ്റ്. അപ്പം അതേമാതിരി ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് നമ്മൾ പ്രകാശത്തിൻ്റെ ആ ലിഫ്റ്റ് ആക്കണം. ഇനിയിപ്പം പവിത്രത, ശാന്തി, പ്രേം, സുഖ, ആനന്ദം, ശക്തി. ശിവ് ബാബ ശിവലിംഗ് ഹെ, ഞാൻ ആത്മാവ് സാലിഗ്രാമാണ്. അപ്പോൾ ഭക്തി മാർഗത്തിൻ്റെ ആ ഭാവങ്ങൾ വെച്ചിട്ട് ശിവരാത്രിയിൽ ശിവലിംഗത്തിന് മുകളിൽ വളരെ എന്തൊക്കെയോ അർപ്പണം ചെയ്യുന്നില്ലേ, അതേമാതിരി ശിവ് ബാബ ശിവലിംഗ്, ഞാൻ ആത്മാവ് സാലിഗ്രാമാണ്. അപ്പോൾ ശിവ് ബാബേൻ്റെ അടുത്ത് എന്താണ് ഈ ആത്മാരൂപി സാലിഗ്രാമിൻ്റെ മുകളിൽ അർപ്പണം ചെയ്യുന്നത്? ഭക്തി മാർഗത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വളരെ കൂടുതൽ ഫീലിങ്സ് വരും. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നത് ഭക്തിമാർഗം നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു ദൃശ്യമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് യുവർ ഹോം വർക്ക്. അടുത്ത പ്രാവശ്യം ജൂലൈ, ആഗസ്റ്റ് ഞാൻ വരുമ്പം ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. ഓം ശാന്തി.